ഹൈദരാബാദും മുംബൈയുമാണെന്ന് നേർക്കുനേർ വന്നത്. വളരെ വാശിയേറിയ മത്സരമായിരുന്നു ഇന്നത്തേത്. ഈ കളി കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ചെന്നൈ RCB ടീമുകൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPLലെ പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റിങ്ങിൽ മുംബൈ ടീം തകർത്തടിച്ചു. 243 റൺസാണ് മുംബൈ അടിച്ചു കൂട്ടിയത്. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഹൈദരാബാദും അടിക്ക് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. ഇന്ന് കളി കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറി. നിലവിൽ 10ാം സ്ഥാനത്താണ് ലക്നൗ. അവർക്ക് 4 പോയിന്റേ ഉള്ളൂ. അവരിനി പ്ലേ ഓഫിലെത്താൻ സാധ്യത വളരെ കുറവാണ്. ഇതേ സമയം ഡൽഹി ടീമിനാകട്ടെ 8 കളിയിൽ നിന്ന് 6 പോയിന്റ് ഉണ്ട്. അവർക്ക് ഇനിയുള്ള മാച്ച് ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. പക്ഷേ അതത്ര ഈസിയല്ല. ഗുജറാത്തിനാകട്ടെ 8 പോയിന്റോടെ 5ാം സ്ഥാനത്തുണ്ട്. ഗുജറാത്തിന് പ്ലേ ഓഫിലെത്താൻ 50% ചാൻസ് ഉണ്ട്. പക്ഷേ ഇനിയുള്ള മത്സരങ്ങൾ ക്രൂഷ്യലാണ്. ഇപ്രാവശ്യം കൊൽക്കത്ത മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. അവർ 8ാം സ്ഥാനത്താണ്. 5 പോയിന്റ് മാത്രമേ ഉള്ളൂ. നിലവിൽ ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ പഞ്ചാബ്, RCB, രാജസ്ഥാൻ, ഹൈദരാബാദാണ്. പഞ്ചാബിന് 13 പോയിന്റ് ഉണ്ട്. ആകെ കൂടി ഒരു മാച്ച് മാത്രമേ പഞ്ചാബ് തോറ്റിട്ടുള്ളൂ. 99% പഞ്ചാബ് പ്ലേ ഓഫിലെത്തി. 2ാം സ്ഥാനത്തുള്ള RCBക്ക് 12 പോയിന്റ് ഉണ്ട്. അവരും 90% പ്ലേ ഓഫ് എത്തിയിരിക്കുകയാണ്. രാജസ്ഥാന് 12 പോയിന്റ് ഉണ്ട്. മുംബൈയുടെ കാര്യമെടുത്താൽ മുംബൈ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ അത്ര മികച്ച രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. മുംബൈക്ക് ഇനി പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ ഇനിയുള്ള എല്ലാ മാച്ചും ജയിക്കണം. അങ്ങനെ സംഭവിച്ചാൽ മുംബൈ ടീമും പ്ലേ ഓഫിലെത്തും. ഇനി ചെന്നൈയുടെ കാര്യമെടുത്താൽ ചെന്നൈക്ക് നിലവിൽ 6 പോയിന്റ് ഉണ്ട്. 8 മാച്ച് കളിച്ചു കഴിഞ്ഞു. 3 എണ്ണത്തിൽ ജയിച്ചു, 5 എണ്ണത്തിൽ തോറ്റു. ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ ചെന്നൈ ടീമിന് ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. പക്ഷേ ഇനിയുള്ള മത്സരങ്ങൾ തോറ്റാൽ അത് ചെന്നൈക്ക് പണി തന്നെയാണ്. എന്തായാലും പ്ലേ ഓഫിന് വേണ്ടി ടീമുകൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ആരൊക്കെ എത്തുമെന്നത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.